Hi all. Today I am going to discuss a short five-lined poem by Venerable Bede. The poem titled Death Song. Bede's Death Song. Venerable Bede is an Anglo-Saxon monk and a scholar. He mainly used themes such as Christianity, morality, history, and education. This poem is written in 735 AD. More than 45 exact versions of this copy is published. This is a very short poem, a five-lined poem. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ബീഡ്സ് ഡെത്ത് സോങ്. ബീഡ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുതിയൊരു പോം എന്നാണ് ഇതിനെ കരുതപ്പെടുന്നത്. ആ ഒരു ഡെത്തിന് കുറച്ച് സമയം മുമ്പ് കമ്പോസ് ചെയ്തൊരു പോം. ഇതിനാദ്യം ഒരു ടൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എഡിറ്റേഴ്സാണ് ഒരു ഡെത്ത് സോങ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് the poem is entirely about death, only this theme. And this particular poem doesn't follow any rhyme scheme. ഒരു മ്യൂസിക്കൽ അലിട്രേഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. ഒരു മോഡേൺ ഇംഗ്ലീഷ് ഇൻ്റർപ്രട്ടേഷനുമുണ്ട്. ഒറിജിനൽ ആംഗ്ലോ സാക്സൺ ടെക്സ്റ്റും അവൈലബിൾ ആണ്. We can look at the English translation. It's a very simple five-lined poem. Line by line analysis നമുക്ക് നോക്കാം. The poem is like this. Facing death, that inescapable journey. Who can be wiser than he, who reflects while breathe yet remains, on whether his life brought others happiness or pains, since his soul may yet win delight or night's way after his death day. ഇതാണ് ഈ ഒരു poem. നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. Facing death, that inescapable journey. ഇവിടെ ഇൻഎസ്കേപ്പബിൾ ജേർണി റെഫേഴ്സ് ടു ഡെത്ത്. മരണത്തെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ദിസ് ലൈൻ സേസ് ദാറ്റ് ഡെത്ത് ഈസ് അൺഅവോയ്ഡബിൾ. ഈവൻ എവറി ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ഫേസ് ഇറ്റ് വൺ ഡേ. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഎസ്കേപ്പബിൾ ജേർണി അഥവാ അൺഅവോയ്ഡബിൾ ജേർണി ആണ്. ഒരു ദിവസം എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഫേസ് ചെയ്യേണ്ട ഒന്നാണ്. ഹൂ ക്യാൻ ബി വൈസർ ദാൻ ഹീ who reflects while breathe yet remain, means no person is wiser than one who understands this truth. അല്ലേ, നമ്മൾ ആ ഒരു മോർട്ടാലിറ്റിയെക്കുറിച്ച് അറിവ് നേടുമ്പോഴാണ് കൂടുതൽ വൈസർ ആകുന്നത്. എ ട്രൂലി വൈസ് പേഴ്സൺ തിങ്സ് ഡീപ്ലി അബൌട്ട് ലൈഫ് വൈൽ ഹീ ഈസ് സ്റ്റിൽ അലൈവ്. ആ ഒരു മരണത്തിലേക്ക്, ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും എല്ലാ ആൾക്കാരും വളരെ വൈസായിട്ട് തിങ്ക് ചെയ്യുന്നത് അബൌട്ട് ദെയർ ലൈഫ്. ദേ ഡീപ്ലി തിങ്സ് അബൌട്ട് ലൈഫ്. ഓൺ വെദർ ഹിസ് ലൈഫ് ബ്രോട്ട് അതേഴ്സ് ഹാപ്പിനെസ് ഓർ പെയിൻ, ഹി എക്സാമിൻസ് ഹിസ് ആക്ഷൻ ടു സീ വെദർ ഹി ഹാസ് കോസ്ഡ് ഗുഡ് ഓർ ഹാം ടു അതേഴ്സ്. പിന്നെ എന്തും ആലോചിക്കാറുണ്ട്, ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ ആക്ഷൻസ് കാരണം മറ്റുള്ളവർക്ക് ഗുഡ് തിങ്സ് ആണോ ഉണ്ടായത്, ഹാപ്പിനെസ് ആയിരുന്നു അതോ പെയിൻസ് ആയിരുന്നു, മറ്റുള്ളവരെ ഹാം ആയിരുന്നോ ചെയ്തത് എന്ന് വരെ ഹി എക്സാമിൻസ്. ഹിസ് സോൾ മേ എറ്റ് വിൻ ഡിലൈറ്റ് ഓർ നൈറ്റ്സ് വേ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഡേ. ആഫ്റ്റർ ഡെത്ത് ദ സോൾ മേ ഗോ ടുവേർഡ്സ് ഹെവൻ ഓർ ഹെൽ. മരണത്തിന് ശേഷം ആ ഒരു സോൾ മേ ബി ഇറ്റ് ഗോസ് ടു ഹെവൻ ഡിലൈറ്റ് ഓർ ഹെൽ, ആ ഒരു ഡാർക്ക്നെസ്സിലേക്ക്, ദാറ്റ് നൈറ്റ്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഡേ മീൻസ് ദ ഫൈനൽ ലൈൻ സേസ് ദാറ്റ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദ സോൾ ഈസ് ഡിസൈഡഡ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷമാണ് ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഫെയ്ത്ത് ഓഫ് സോൾ ഈസ് ഡിസൈഡഡ്. ഇതാണ് ആ ഒരു ഫൈവ് ലൈനിലൂടെ പറയുന്നത്. ദാറ്റ് ഇൻഎവിക്റ്റബിൾ ജേർണി ഓഫ് ഡെത്ത്. ഒരു ദിവസം എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ വൈസർ ആകുന്നത് എപ്പോഴാണ്? വെൻ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഹിസ് ട്രൂത്ത് അബൌട്ട് ദി ഡെത്ത്. ദ പോം പ്രസൻറ്റ്സ് എ ക്രിസ്ത്യൻ മോറൽ ടീച്ചിങ് അബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് ദി ആഫ്റ്റർ ലൈഫ്. Overall, it teaches that one should live a
righteous and thoughtful life in preparation for death. ഇതിലൊരു ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ബിലീഫിനെ കുറിച്ചിട്ടും കുറച്ച് ബിബ്ലിക്കൽ റെഫറൻസ് ഒക്കെ ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്. The main theme of the poem is the inevitability of death or the inescapable journey of death. The poem emphasizes that death is unavoidable and common to all humans. No one can escape it, so life must be lived with awareness of its end. This is a short summary of the poem. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിലൂടെ കൺവേ ചെയ്യുന്ന മീനിങ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഡെത്ത്, ദാറ്റ് ഇൻഎസ്കേപ്പബിലിറ്റി ഓർ ദ ജേർണി ഓഫ് ഡെത്ത് ആണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. താങ്ക്സ് ഫോർ ഹിയറിങ്.